വിവിധ ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ളവയുടെ ആദ്യ 2 ഗഡു കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആദ്യ ഗഡു അനുവദിച്ചുകൊണ്ട് ധനമന്ത്രിയുടെ പ്രസ്താവന. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ ചേരുകയാണ്. വിഷ്ണു, ഈ സാമ്പത്തികമായ പ്രതിസന്ധിയെ തുടർന്നാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരുന്നത്. ഏതൊക്കെ ഗഡു കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, നേരത്തെ തന്നെ ഒരു ഗഡു അനുവദിച്ചുകൊണ്ട് തന്നെ ഉത്തരവ് വന്നിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഗഡു അനുവദിച്ചതായി ഉത്തരവ് നൽകിയിരിക്കുന്നത്. വിവിധ തര ക്ഷേമനിധി പെൻഷനുകൾ വിതരണം തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. ഇന്നു മുതലാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് 2 ഗഡു കൂടി തുക വിതരണം നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് തന്നെ പണം എത്തുമെന്നാണ് അറിയിക്കുന്നത്. വിഷുവിന് മുൻപ് തന്നെ ഈ തുക നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ 4800 രൂപയാണ് ഈ 3 ഗഡുക്കളായി ലഭിക്കാനുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ ആദ്യ ഗഡു നൽകി കഴിഞ്ഞാൽ ഈ 2 ഗഡു അനുവദിക്കുന്നതിന് 3200 രൂപ വീതവും ലഭിക്കും. അപ്പോൾ പൂർണ്ണമായും 4800 രൂപ വീതം ഓരോരുത്തരുടെയും കൈകളിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും പണം ലഭിക്കും. മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം തന്നെ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഈ 7 ഗഡുക്കളിൽ 3 ഗഡുവാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് വഴിയെ നൽകുമെന്നും അതിനുശേഷം കൃത്യമായി എല്ലാ മാസവും പെൻഷൻ തുക വിതരണം ചെയ്യാൻ സാധിക്കുമെന്നുമുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുന്നത്.